ഹലോ, രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മമ്മയും അനിയത്തിയും കൂടെ വീടിനടുത്തുള്ള ഇല്ലത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ പുതിയ വണ്ടി പൂജിക്കാൻ വേണ്ടി പോവാണ്. വണ്ടി കൊണ്ടുപോകുന്നത് തന്നെ വിചാരിച്ചാണ് ആദ്യം ഇല്ലത്ത് കൊണ്ടുപോയി പൂജിക്കണം. പിന്നെ ഒന്നും നോക്കില്ല, രാവിലെ വണ്ടിയായിട്ട് ഇല്ലത്തേക്ക് അങ്ങ് പോയി. കൊല്ലത്തിൽ ഒരിക്കലും നടക്കുന്ന ഒരു പരിപാടിയാണ് തെയ്യാട്ടും പാട്ടും. നാളെയാണ് ഇവിടെ തെയ്യാട്ടും പാട്ട് നടക്കുന്ന ദിവസം. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാവരും നാളത്തേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഒരുക്കി വെക്കുക. ഇല്ലത്തിൻ്റെ ഭിത്തിയിൽ കാണുന്ന ഓരോ ചിത്രങ്ങളും ഇല്ലത്തുള്ള ആൾക്കാർ വരച്ചാണ് കേട്ടോ. കൊറോണ ടൈമിലാണ് ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത്. ഇവിടെ വരച്ച ഓരോ ചിത്രം കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. വണ്ടീൻ്റെ ചാവി പൂജിക്കാൻ കൊടുത്ത് ഞങ്ങൾ പൂജ കഴിയുന്നവരെ അവിടെ ഇരുന്നു. ചാവി പൂജിച്ച ശേഷം വണ്ടി പൂജിക്കാനാണ് കേട്ടോ പോയത്. ഇല്ലത്തുള്ള ചെറിയ മാമനാണ് കേട്ടോ വണ്ടി പൂജിക്കുന്നത്. മാമനാണെങ്കിൽ വണ്ടീൻ്റെ മുകളിൽ ഓം എഴുതുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. ഇല്ലത്ത് നാളെ പാട്ടായതുകൊണ്ട് അവിടെ എല്ലാ കുടുംബക്കാരെ എല്ലാവരും രാവിലെ തന്നെ വരുന്നുണ്ടായിരുന്നു. ഇല്ലത്ത് ഞങ്ങൾ അറിയപ്പെടുക കവിതേൻ്റെ മക്കൾ എന്നാണ് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ അമ്മ ഇല്ലത്ത് തന്നെയായിരുന്നു. എൻ്റെ അനിയത്തിയാണെങ്കിൽ അമ്മേൻ്റെ അതേ പകർപ്പാണെന്ന് കേട്ടോ ഇല്ലത്തുള്ള എല്ലാവരും പറയാം. അതുകൊണ്ട് ഞങ്ങളെ കാണുമ്പോൾ എല്ലാവരും കവിതേൻ്റെ മക്കളെല്ലാം ചോദിച്ച് കുറേ വർത്താനം പറയുന്നുണ്ടാവും. അങ്ങനെ കുറച്ച് നേരം അവിടെയുള്ള എല്ലാവരോടും കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. അങ്ങനെ ഇല്ലത്ത് നിന്ന് നല്ല ഉപ്പുമാവും വെജിറ്റബിൾ കറിയും ചായയും കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്ന് ഇത്രയല്ലോ കേട്ടോ. ടാറ്റാ.